ഇടക്കാല വിധി വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അഡ്മിഷനൊക്കെ സമയമായി വരികയാണ്. അപ്പോൾ പഴയ സ്കീമിൽ പോകുന്നതാണോ അതെ അതിന് മുമ്പ് ഒരു വിധി ഉണ്ടാവും എന്താണ് മനസ്സിലാക്കുന്നത്? അതിനു മുമ്പ് ഒരു വിധി ഉണ്ടാകണം എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും ആവശ്യപ്പെടുക. കോടതിയെ ഇതൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെയാണ് ഞങ്ങൾ അവിടെ വിദ്യാർത്ഥിനി ഹർജി നൽകിയിട്ടുള്ളത്. അതിൽ ഇന്ന് തന്നെ പരിഗണിച്ച് ഇങ്ങനൊരു ഇടക്കാല ഉത്തരവാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ ഇന്ന സമയത്താണെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പൊടുന്നനെ 10,000 15,000 ഉള്ളത് 65,000 എത്തുമ്പോൾ ഒരു വർഷത്തേക്ക് അത് 1.5 ലക്ഷം രൂപയിലോ 1,10,000 രൂപയിലേക്കൊക്കെ എത്തുമ്പോൾ അത് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ മുൻനിർത്തി കോടതിയെ കാര്യങ്ങൾ അറിയിക്കും. അതോടൊപ്പം ഉടനടി അഡ്മിഷന് മുന്നോടിയായി തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യമായിട്ടുണ്ടാവുക. അല്ലല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ബി അശോകിൻ്റെ ഈ പ്രശ്നം നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് തോന്നുന്നു സ്വാഭാവികമായും ആ പ്രതിഷേധം അവസാനിപ്പിക്കാനായിട്ടില്ല എന്നുള്ളതാണ്. ബി അശോക് അദ്ദേഹത്തിന് വന്നു ചേർന്നിട്ടുള്ള ഈ ജനാധിപത്യക്കുറവ് മനസ്സിലാക്കുകയും താൻ സ്വാഭാവികമായും ഒരു സിവിൽ സർവൻ്റാണെന്ന ബോധ്യത്തിലേക്ക് അദ്ദേഹം മാറണം. സിവിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ സർവൻ്റാണ്, സിവിൽ സർവൻ്റാണ് അദ്ദേഹം എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. സാധാരണക്കാർക്കിടയിലേക്ക് അവരുടെ ബോധത്തിലേക്ക് അവരെ മനസ്സിലാക്കുന്ന ആളുകളാണ് സാധാരണഗതിയിൽ ഇന്ത്യയിലെ സിവിൽ സർവൻ്റുമാർ. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇന്ത്യയിൽ പേരറിയപ്പെട്ട സിവിൽ സർവീസുകാരുണ്ടായ നാടാണ് നമ്മുടെ നാട്, IAS IPS ഒക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു അപവാദമായി ഡോക്ടർ ബി അശോക് മാറുന്നുണ്ട്. സ്വാഭാവികമായും ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടാകണം. ശക്തമായ സമരം ഇത് പിൻവലിക്കുന്നത് വരെയും ഉണ്ടാകും. ഞങ്ങളുടെ നിലയിൽ, സംസ്ഥാന കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല. പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതിന്മേൽ പ്രതികരിക്കും. ഞങ്ങളുടെ മുൻകാല പ്രവർത്തകരുടെയും മറ്റുമൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. തീർച്ചയായും അതൊക്കെ ശ്രദ്ധയിലുണ്ട്. വ്യാപകമായി വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും വീഴ്ചകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പോലീസ് എല്ലാ കാലത്തും ഭരണകൂടത്തിൻ്റെ ഒരു മർദ്ദനോപാധിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇടതുപക്ഷം ഭരിക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് അതിന് സ്വാഭാവികമായി ഒരു ഇടത് നയം എങ്ങനെ ജനങ്ങളോട് പെരുമാറണം, പ്രത്യേകിച്ച് മാതൃകാ പോലീസ് സ്റ്റേഷനുകളും ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ളതും പോലീസിങ് എങ്ങനെയായിരിക്കണം, ഒരു സിവിൽ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് പുരോഗമനപരമായി ചിന്തിക്കുന്ന കേരളം പോലെ വികസിച്ചിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ എങ്ങനെ പോലീസ് പെരുമാറണം എന്നതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള പക്ഷം തന്നെയാണ് ഇടതുപക്ഷം. പക്ഷേ അത് സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രവർത്തിക്കുന്ന ചിലർ ഫോഴ്സിലുണ്ട്. അങ്ങനെയുള്ളവരെ തിരുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ളവരെ തിരുത്തുന്നതിൻ്റെ ഭാഗമായി തുടർ പ്രക്രിയ സർക്കാർ നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിനു മുൻപുള്ള പോലീസിങ്ങിൻ്റെ അവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും സമരം നടത്തിയാണ് ഈ സർവകലാശാലകളിൽ VC-മാരില്ലാത്തത്. പക്ഷേ ഇപ്പോഴും പ്രതിസന്ധിക്കായി വരുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും സർട്ടിഫിക്കറ്റൊക്കെ മനഃപൂർവ്വം വൈകിപ്പിക്കുന്ന രീതിയിലൊക്കെ പോവുകയാണ്. ഇത് എന്താണ് ഇതിന് പരിഹാരം ഉണ്ടാകാൻ തോന്നുന്നുണ്ടോ? ഇതൊരു അജണ്ടയാണ്, അതാണ് യഥാർത്ഥ പ്രശ്നം. ഇപ്പോൾ RSS 1925 രൂപീകരിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന് അർഹിക്കപ്പെടുന്ന ഒരു സംഘടനയല്ല. ഇന്ത്യൻ ഭരണഘടനക്കോ ഇന്ത്യൻ ഭരണവ്യവസ്ഥക്കോ അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല RSS. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് RSS ഇന്ത്യ ഭരിക്കുകയാണ്. അവരുടെ അജണ്ട ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൂർണ്ണമായും പൊളിച്ചെഴുതുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അറുതി വരുത്തണോ അല്ലെങ്കിൽ ഈ ഫെഡറൽ സംവിധാനത്തെ അംഗീകരിക്കണോ എന്ന ചോദ്യം യഥാർത്ഥത്തിൽ അവരുടെ മുന്നിലാണ്. അവർ അംഗീകരിക്കുന്നില്ല, അവരതിന് തയ്യാറല്ല. ഇപ്പോൾ ഏറ്റവും അവസാനം RSSൻ്റെ ചീഫ് വന്നിട്ട് കേരളത്തിൽ പരിപാടി നടത്തി, ജ്ഞാനസഭ നടത്തി, VC-മാരെ പങ്കെടുപ്പിച്ചു. അതിൽ സർക്കാരിനെതിരെയും മതനിരപേക്ഷ ബോധത്തിനെതിരെയും വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ പൊളിച്ചെഴുതുകൾ ഉണ്ടാവണം എന്നതിനെക്കുറിച്ചുമുള്ള ആലോചനകളാണ് അദ്ദേഹം നടത്തിയത്. യഥാർത്ഥത്തിൽ ഇതൊരു സംഘപരിവാർ അജണ്ടയാണ്. ലോങ് ടേം റണ്ണിൽ തന്നെ വലിയ പ്രതിരോധം ഉയർത്തി മറികടക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. തീർച്ചയായും സംഘപരിവാറിനെ ജനാധിപത്യം പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ശക്തമായ സമരം തന്നെയായിരിക്കും ആവശ്യമെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ചാൻസലർ എന്ന പദവി ഗവർണർക്ക് നൽകേണ്ടതില്ല എന്നുള്ളത്, അതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം എന്നുള്ളത് SFIയുടെ ഒന്നാമത്തെ ആവശ്യമായിരുന്നു ഇത്തവണത്തെ അവകാശ പത്രികയിൽ. അത് ഞങ്ങൾ ആ നിലയിൽ തന്നെ നോക്കുന്നു. നിങ്ങൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, അതിൽ ഞങ്ങളോടൊപ്പം സമരം നയിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ സംഘടനകൾ, പ്രത്യേകിച്ച് വലതുപക്ഷ സംഘടനകൾ, അവർ വേണ്ടത്ര വിധത്തിൽ അതിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് കൂടി ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്.